ദൈവതിരുനാമത്തിന് മഹത്വം. ഒരു ദിവസം കൂടി ദാനമായി നൽകിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിൻ്റെ 24 വാക്യം. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. തൻ്റെ ഭക്തന്മാർക്ക് ദൈവം എപ്പോഴും തൻ്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്യാറുണ്ട്. അതനുഭവിച്ച ഒത്തിരി പിതാക്കന്മാരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവരിലുള്ള ഈ ദൈവസാന്നിധ്യം അവരോട് ഇടപഴകുന്നവരെല്ലാവരും അനുഭവിച്ചറിയാറുമുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസഹാക്കിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ അബീമലേക്കും കൂട്ടരും പറഞ്ഞത്, യഹോവ നിന്നോട് കൂടെയുണ്ട്, നമുക്ക് തമ്മിൽ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. അപ്പോൾ ഇസഹാക്കിലുള്ള ദൈവസാന്നിധ്യം അബീമലേക്കും കൂട്ടരും തിരിച്ചറിഞ്ഞു. യാക്കോബിൽ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ലാബാൻ പറഞ്ഞത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 30:27. യാക്കോബ് ആ സത്യം തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ യാക്കോബ് നിമിത്തമുള്ള ആ അനുഗ്രഹം ലാബാൻ തിരിച്ചറിയുകയാണ്. യോസേഫിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ പോത്തിഫേർ അവനെ ഗൃഹവിചാരകനാക്കി. യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവത്തെ മനസ്സിലാക്കിയ കാരാഗ്രഹ പ്രമാണി ആ ജയിലിലെ എല്ലാ തടവുകാരെയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21-22 വാക്യങ്ങളിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം, ആ ദാവീദിനോട് കൂടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ശൗലിന് ഭയമുണ്ടായി എന്നാണ് വചനം പറയുന്നത്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മിലുള്ള ദൈവസാന്നിധ്യം മറ്റുള്ളവർ തിരിച്ചറിയുകയും അത് അനേകർക്ക് യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഒരു മാർഗമായി മാറുകയും ചെയ്യുന്നെങ്കിൽ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നമ്മിലൊരു ദൈവസാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുവാൻ കൈയടിക്കുന്നതോ ഹല്ലേലൂയ പറയുന്നതോ മറ്റൊന്നുമല്ല. യാക്കോബിലെ ദൈവസാന്നിധ്യം ലാബാൻ തിരിച്ചറിഞ്ഞത് തന്നിലൂടെ നടന്ന ദൈവപ്രവർത്തികൾ നിമിത്തമാണ്. യോസേഫിലെ ദൈവസാന്നിധ്യം പോത്തിഫർ തിരിച്ചറിഞ്ഞത് തൻ്റെ സ്വഭാവ സവിശേഷതയിൽ നിന്നാണ്. യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവത്തെ കാരാഗ്രഹ പ്രമാണി മനസ്സിലാക്കിയത് മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ നിമിത്തമാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഇടപെടുന്നവർക്ക് നമ്മിൽ ക്രിസ്തു ഉണ്ട് എന്ന് മനസ്സിലാകത്തക്ക വിധം ദയയും കരുണയും സ്നേഹവും കരുതലുമൊക്കെ ഉള്ളവരായി നാം മാറുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. നമ്മുടെ സംസാരം കൊണ്ട് നമ്മിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ തിരിച്ചറിയുവാനിടയായിത്തീരും. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ എന്നാണ്. നമ്മുടെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാനാകരുത്. നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്ക് അനുഗ്രഹമായി തീരണം. നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ കുറ്റം പറയാനാകരുത്. നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാനാകരുത്. നമ്മളുടെ സാന്നിധ്യം യഥാർത്ഥമായും ഒരു ദൈവ സാന്നിധ്യം അപരൻ അനുഭവിക്കാൻ കാരണമായി തീരണം. അതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തി ജീവിതങ്ങൾ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരൊക്കെ നമ്മിലുള്ള ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവർ നമ്മിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ആയതിനാൽ യാക്കോബിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ലാബാൻ പറഞ്ഞ വാക്ക്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നാണെങ്കിൽ,
യോസേഫിൽ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ആ ജയിലിലെ തടവുകാരെ എല്ലാം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നെങ്കിൽ, വാത്സല്യ ദൈവകുഞ്ഞെ, നിന്നിലുള്ള ദൈവസാന്നിധ്യം മറ്റുള്ള അല്ലെങ്കിൽ പൈശാചിക ബന്ധനങ്ങളിൽ കിടക്കുന്നവർക്ക് ഭയവും അല്ലാത്തവർക്ക് സന്തോഷവുമായി തീരുവാനിടയായിത്തീരണം. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണത്തക്ക നിലയിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.